കഴിയുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഞാൻ നോമ്പ് തുറന്നില്ലെന്നാരാ പറഞ്ഞത്? ഞാൻ നോമ്പ് മുറിച്ചില്ലെന്നാരാ പറഞ്ഞത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. ഉസ്മാൻ തങ്ങൾ പറയുകയാണ്, ഇന്നലെ അല്ലാഹുവിന്റെ റസൂൽ എൻ്റെ അടുക്കൽ വന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ എൻ്റെ അടുക്കൽ വന്നു, എന്നിട്ട് എന്റെ വായിക്കകത്ത് വെള്ളം ഒഴിച്ചു തന്നു. അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈ കൊണ്ട് എന്റെ വായിക്കകത്ത് വെള്ളം ഒഴിച്ചു തന്നു. ഞാൻ ഇന്നലെ വെള്ളം കുടിച്ചാണ് നോമ്പ് തുറന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റഅയ്തുൽ ബാരിഹ ഫഇന്നക അല്ലാഹുവിന്റെ റസൂൽ എൻ്റെ അടുക്കൽ വന്നിട്ട് എനിക്ക് നോമ്പ് മുറിക്കാൻ വെള്ളം തന്നു, എനിക്ക് നോമ്പ് തുറിക്കാൻ വെള്ളം തന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞത് എന്തെന്നറിയോ? ഉസ്മാനേ, നാളെ നോമ്പ് തുറക്കുന്നത് നീ എൻ്റെ കൂടെയാ. അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നാളെ നോമ്പ് തുറക്കുന്നത് നീ എൻ്റെ കൂടെയാണ്. അബൂബക്കറും ഉണ്ടാകും, ഉമർ ഇബ്നുൽ ഖത്താബും ഉണ്ടാകും. നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ചാ നോമ്പ് തുറക്കുന്നത്. നാളെ നീ മരിക്കുമെന്ന് മുത്തുനബി വന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്മാനെ, നിന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണ്. നാളെ മഗ്രിബിന്റെ മുമ്പ് നീ നോമ്പ് തുറക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സന്തോഷത്തോടെ കരയുന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാ, നാളെ മുത്തുനബിയുടെ കൂടെയാണല്ലോ, മുത്തുനബിയുടെ കൂടെയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച്, ലികുല്ലി നബിയിൻ റഫീഖി വറഫീഖി ഉസ്മാൻ. എന്റെ കൂട്ടുകാരൻ ഉസ്മാനാ, എന്റെ കൂട്ടുകാരൻ ഉസ്മാനാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ദുൽഹജ്ജ് 17 വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവേ സുബഹി നമസ്കരിക്കുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞു, സുബഹി നമസ്കാരം കഴിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരടിമയെ വിളിക്കുകയാ, ഒരടിമയെ വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, എനിക്കിടാൻ ഒരു കമീസും പാന്റും കൊണ്ടുവരണം. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു കൊടുത്തു, എനിക്ക് ധരിക്കാൻ ഒരു കമീസും ഒരു പാന്റും